ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഐലൻഡ് ഓഫ് വൈറ്റിൽ വെക്കേഷന് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. 2 days ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നു. അത് കാരണം വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ ഷെയർ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മളിപ്പം റെഡ് ഫണലിലെത്തി. സൗത്ത് ആംപ്ടണിലെ റെഡ് ഫണലിൽ നിന്നാണ് നമ്മൾ ഫെറിയിൽ ഐൽ ഓഫ് വൈറ്റിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അതിനൊരു 45 minutes മുന്നേ നമ്മളിവിടെ എത്തണം. എന്നിട്ട് നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം ശരിയാക്കി നമ്മളിവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ബാക്കി വീഡിയോ കാണാം. Get through the fire! Attention! This is the cruise ship. We're going on that cruise. Lane number 6. That is 6. കാണുന്ന കാറൊക്കെ ഇപ്പോൾ അത് കയറലേ അപ്പോൾ നമ്മളിപ്പം ഫെറിയുടെ ഏറ്റവും മുകളിലാണുള്ളത്. നല്ല ഒരു വെതറായിരുന്നു കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സൺഷൈനുള്ള നല്ല വെതറായിരുന്നു. അപ്പം മക്കളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു നല്ല ഭംഗിയുള്ള കാമൻ ക്വയറ്റായിട്ടുള്ള നമുക്ക് വീഡിയോ കാണുമ്പോഴേ പോലെ തന്നെയുള്ള ഒരു വെതറായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, വേണമെങ്കിൽ ഉള്ളിലിരിക്കാം, പുറത്തിരിക്കാം. പക്ഷെ പുറത്ത് നമ്മൾ മേളിലിരിക്കുമ്പോഴാണ് ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്ര എൻജോയ് ചെയ്തിട്ട് അത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണി ആയിട്ട് നമുക്ക് പറയാം.
നമ്മൾ ഫെറിയിൽ ഒരു 45 to 1 hour സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഈസ്റ്റ് ഹൗസ് എന്നുള്ള പ്ലേസിൽ നിന്നും ഒരു 30 minutes കൂടെ ജേണി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തും. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ തന്നെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിലെത്തി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു 2 ഫാമിലിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം നല്ല ടെമ്പറേച്ചർ ഉണ്ടായത് കാരണം നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ അതർവൈസ് നല്ലതായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പുറത്തോട്ട് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ വിൻഡോ സൈഡിലോട്ടുള്ള വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. സൈഡിൽ കാണുന്നത് നമ്മുടെ ബീച്ചാണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ. മക്കളെല്ലാം കുറച്ചു നേരം റൂമിൽ കളിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോവാണ്. ഐലൻഡ് ഓഫ് വൈറ്റ് അപ്പൊ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് ഹോട്ടൽ റൂമിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഈ ബാക്കി ദിക്കിലാണ്. അപ്പൊ ഇപ്പൊ ബീച്ചിലാണ് പോകുന്നത്. അപ്പൊ ബൈ ഫോളോ മീ. ഞങ്ങളില്ലേ ഈ ബീച്ചിന്റെ വ്യൂ ആണ് കാണിച്ചു തരുന്നതെന്ന്. അപ്പൊ ഞങ്ങളെ ഫോളോ ചെയ്ത് കാണാന്. What are you doing, Ichu? Making a turtle out of sand. ബീച്ചിൽ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് 5 minutesലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫൈൻഡ് ചെയ്തപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യത്തിന് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും എല്ലാം ഉള്ള നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ റൂമിലോട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ആസ് യൂഷ്വൽ എല്ലാ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലും UK കിട്ടുന്നത് പോലെ തന്നെയുള്ള നോർമൽ ഒരു ഫുഡ്. ഒരു വലിയ ഹൈപ്പൊന്നും കൊടുക്കാനില്ല. എന്നാൽ ഒട്ടും മോശമല്ലായിരുന്നു അങ്ങനെ ഒരു ഫുഡ്. പിന്നെ ഇപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വിൻഡോ വ്യൂ തന്നെയാണ്. അപ്പം ഇതിലിപ്പം ആകാശം ഏതാ കടൽ ഏതാന്നൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു ക്ലൈമറ്റാണ് നമ്മുടെ മോർണിംഗ്. അങ്ങനെ നമുക്ക് രാവിലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ റൂമിൽ നിന്ന് ഒരു 10 o'clock ആകുമ്പോഴത്തേനും. Hello guys, welcome to my channel. Okay. Hello guys, welcome to my channel. Hello guys, welcome to my channel. Who is sitting in the middle? Pikachu. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇല്ല എനിക്ക് ചെക്കൗട്ട് ചെയ്തു.
അപ്പോൾ ഐലൻഡ് ഓഫ് വൈറ്റിലെ സെക്കൻഡ് ഡേ ആണ്. ഞാനത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാർക്കിൽ പോവാം. എവിടേക്കല്ലേ ഫസ്റ്റ് പോണ്ടേ നോക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ലൊക്കേഷൻ നോക്കി ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സ്ലോയിൽ തന്നെ പോകാൻ. പക്ഷെ റോഡ് നോക്കി അങ്ങോട്ട് നോക്കി വ്യൂ നോക്കി. സാക്കി വ്യൂ നോക്കടാ. എങ്ങനെയുണ്ട് സാക്കി? ഇഷ്ടായ? എങ്ങനെയുണ്ട് വ്യൂ? നൈസ് അല്ലേ? എനിക്ക് എന്റെ വീഡിയോ ഉണ്ടല്ലോ. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ അറിയാലോ. അപ്പൊ ഒരു വിധം പിടിച്ചിക്കാണ് ഇത് കാണിക്കണേ. അത് ഓവറാക്കി കളക്കല്ലേ. മതി മതി മതി. സ്റ്റോപ്പ് ഇറ്റ്. അല്ലോ എനിക്ക് ഞാനൊരു ആംഗിളിൽ പിടിച്ചിക്കാണ്. എന്താണിത്? ഓക്കെ, ഓഫായിക്കാം. എന്റെ ലെഫ്റ്റ് സൈഡില് ഇവിടെ താഴ്ത്താ പോണം. എന്റെ ഫ്രണ്ടിൽ കൂടെ പോകും. കേട്ടാ എന്റെ മുഖമൊക്കെ ചുമന്നിരിക്കണത് ഇറങ്ങി വന്നതാ തോറും മരടം മേള്. നാലക്കും വഴിയുണ്ടല്ലോ. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഓൾ ഡേ പാർക്കിംഗ് എത്ര കൊണ്ട്? 65 കൊണ്ടോ? വീട്ടിൽ പോവാം. ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? എന്താണ് സ്ഥലത്തിന്റെ പേര്? ഇതാ ഇലാനിക്ക. ഇതാ നീഡിൽസ്. ഓൾറെഡി റീച്ച്ഡ്. ഇവിടെയാണ് ശരിക്കും ഇതിന്റെ ഈ ഐലൻഡ് ഓഫ് വൈറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഇതാണ് കേട്ടോ. ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. എനിക്ക് അറിയില്ല ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന്. ഇവര് പറയുന്നത് നല്ല അടിപൊളി സ്ഥലമാണ്. ട്രക്കിംഗ് ഒക്കെ ഉണ്ടോന്നല്ലേ? ഞാൻ വിചാരിച്ചേ അയാള് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടി നിക്കാന്ന് വിചാരിച്ചു. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിക്കാന്ന് ഞാൻ വിചാരിച്ചേ. റോഡ് ക്രോസ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ അയാളെന്താ വെച്ചാൽ ഇവിടുത്തെ സെക്യൂരിറ്റി അയാള് നമ്മളോട് കറക്റ്റ് പാർക്ക് ചെയ്യാൻ പറയായിരുന്നു. അതാണ് സ്പേസ് ഇട്ട് അവിടെ പാർക്കിംഗ് കാണുന്നത്. സ്ലിപ്പിംഗ് ആണോ? നീട്ടിലെത്തി, ബീച്ചെത്തി. ഇതിന്റെ ഈ ഹില്ലിന്റെ മുകളിലാണോ അത് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്? പാർക്കിംഗ് മാത്രമുള്ള? ഞാൻ നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. ആരും പറയുന്ന ഡയലോഗ് അതൊക്കെ അറിയില്ല. തിരിഞ്ഞു നടക്ക്. നമ്മൾ ഈ നീഡിൽസിലുണ്ടല്ലോ, ഇവിടെ റോപ്പ് ഉണ്ട്. ഈ റോപ്പിൽ നമ്മൾ ആദ്യം റോപ്പിൽ കയറിയിട്ട് പോകും.
ഓക്കെ. ടോപ്പിൽ കയറാൻ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ടോപ്പിൽ കയറിയിട്ട് അതിന്റെ മൊത്തം വ്യൂസ് ഉണ്ട്, അത് മൊത്തം കാണിച്ചു കേട്ടോ. പക്കം മല്ലിയാണ്. Keeping like Adult? Yeah. And one child, he's under 5. Yeah, so you're crossing. You start the line, I'm gonna check. That's nice. ബീച്ചിന്റെ വ്യൂ നോട്ടതാക്കി നല്ല രസമില്ല കാണാൻ. സൂപ്പർ അല്ലേ? അവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇതാണ് ശരിക്കുള്ള നീഡലസ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നീഡലസ് ആണ് ആ കാണുന്നത്. Yeah, that's right. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. പപ്പ വാസ് കറക്റ്റ് ആക്ച്വലി, ബിക്കോസ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് സൈഡ്. Right hand side. Right hand side. Saki. Not good. Right hand side. Not good. Zaki. This way. Zaki. Wait. Hurry, pokote. Hurry, pokote. Ah, pote. Go.
ശേഷം നമ്മൾ അവിടെ ഇങ്ങനെ താഴെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റോപ്പ് വേ തന്നെ മുകളിലോട്ട് പോയി. അവിടെ മുകളിൽ കുറച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ പോയി. ഇതിപ്പം എന്താ പറയുക, നമ്മൾ പോകുന്ന വഴിയുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇങ്ങനെ പോകുന്ന സൈഡിലൊക്കെ ഇങ്ങനെ ഫുൾ ബീച്ച് വ്യൂ തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഫെറി, തിരിച്ചുള്ള ഫെറി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് 9:45 ആയിരുന്നു. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ കണ്ടു, നമ്മുടെ നാട്ടിലെ വേലിയിറക്കം എന്നൊക്കെ പറയില്ല, ആ ഒരു പ്രൊസീജിയർ. കുറേ കടലങ്ങ് മാറിപ്പോയി. അപ്പം കുറേ പേരൊക്കെ അവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ലിച്ചുവും നിലാനിക്കയും ഒക്കെ ഭയങ്കര ഈ ഫിഷിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അപ്പോൾ അവരത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്രയും സമയം അവിടെ ഇങ്ങനെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിലേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. He got one. He got one. Shami? Yeah, it's a small one in there. Should I let That one. it go in the water? The small one. You got small one here. Can I hold it? Yeah. No. Here. I'm Here. gonna try now. Here, bro. Okay, I'm gonna try. നിനക്ക് എന്താ കിട്ടിയേ? Crab, really tiny one. Big one? Zach, can you let him have a go? I think have a go after me. Liana, just give it to them. Give them back. Oh, he got one. Liana, Here you go. give. Here you go. Thank you. Hey, Dad. നമ്മുടെ ഫെറി അതാ വരുന്നത്, നോക്കുന്നുണ്ടോ? ആ വരുന്നുണ്ടോ? അതിങ്ങനെ വന്നിട്ട് എന്നോട് പാർക്ക്. എന്നിട്ട് നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് അങ്ങനെ പോയിട്ട് ഫെറിയിലോട്ട് കയറും.